ഇസ്രയേലിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആ നാടിനു വേണ്ടി ഒറ്റക്കെട്ടായി നിന്നു. എന്നാൽ മറിച്ച് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിലാകട്ടെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്ന് പോരാടുമോ എന്നതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാകില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടി ഇന്ത്യയിൽ നടന്ന പ്രതിഷേധത്തിൽ പാകിസ്ഥാൻ പതാക പോലും കത്തിക്കാൻ സമ്മതിക്കുന്നില്ല. എന്തിനധികം പറയുന്നു, പതാക റോഡിലിട്ടാൽ പോലും ഇന്ത്യക്കകത്തുള്ള പാകിസ്ഥാൻ അനുകൂലികൾക്ക് സഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിനകത്തുള്ള സുരക്ഷാ വീഴ്ചകൾ അത്രയ്ക്കുണ്ട്. അത് ശരിയാക്കാതെ പാകിസ്ഥാനെ 2353 തവണയും പാഠം പഠിപ്പിക്കാൻ പോയാൽ ആദ്യം പറഞ്ഞതുപോലെ പ്രതിരോധം മറന്നുകൊണ്ട് ഗോൾ അടിക്കാനുള്ള ശ്രമം പോലെ ആയിത്തീരും. ധൃതിപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് നൽകുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. പ്രതിരോധം മറന്ന് ഗോൾ അടിക്കാൻ പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന് പറയണ്ടല്ലോ. ഇസ്രയേലിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായി നിന്നു. വിദേശത്തുള്ള ജൂതന്മാർ എല്ലാം ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ അടുത്ത വിമാനങ്ങളിൽ ഇസ്രയേലിലേക്ക് പറന്നിറങ്ങി. പക്ഷേ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാകില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടി ഇന്ത്യയിൽ നടന്ന പ്രതിഷേധത്തിൽ പാകിസ്ഥാൻ പതാക പോലും കത്തിക്കാൻ സമ്മതിക്കുന്നില്ല അത്രേ. പാകിസ്ഥാൻ പതാക കത്തിച്ചാൽ അല്ലെങ്കിൽ റോഡിലിട്ടാൽ ഒരു കൂട്ടർക്ക് സഹിക്കുന്നില്ല പോലും. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. അങ്ങ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ബോംബ് വീണാൽ കരച്ചിൽ ഇന്ത്യയുടെ അകത്ത് തന്നെയായിരിക്കും. പാകിസ്ഥാന് നദീജലം ഇല്ലാത്തത് മനുഷ്യത്വമല്ല എന്ന് പറഞ്ഞ് മറ്റൊരു പ്രതിഷേധവും നടക്കുന്നുണ്ട് എന്നത് ഓർക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാശ്മീർ ഭീകര ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയിൽ ഒരു വിഭാഗം അതിനെതിരെ തെരുവിൽ ഇറങ്ങും എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. ഇന്ത്യക്കകത്ത് പാകിസ്ഥാൻ അനുകൂലികളെ അടിച്ചമർത്താതെ പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ പോകുന്നത് അബദ്ധമാണ് എന്നേ ഞാൻ പറയൂ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ അവർ പ്രാദേശിക പിന്തുണയോടെ തന്നെ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടേക്കാം. ഇന്ത്യയെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 60 കിലോമീറ്റർ നീളമുള്ള 22 കിലോമീറ്റർ വീതിയുമുള്ള ചിലയിടങ്ങളിൽ 13 കിലോമീറ്റർ മാത്രം വീതിയുള്ള ചിക്കൻ സ്നെക്ക്, അതായത് സിലിഗുരി കോറിഡോർ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. ഈ അടുത്ത് ഏകപക്ഷീയമായി കലാപമുണ്ടായ ബംഗാളിലെ മുർഷിദാബാദ് എന്ന സ്ഥലം ഇതിന് വളരെ ദൂരെയല്ല എന്നോർക്കണം. കേന്ദ്രസേന അവിടെ കലാപം അടിച്ചമർത്താൻ എത്തിയപ്പോഴേക്കും ഭൂരിപക്ഷ ജനതയ്ക്ക് എന്ത് പറ്റുമായിരുന്നു എന്നത് നമ്മൾ കണ്ടതായിരുന്നു. ബംഗ്ലാദേശിന്റെ പിന്തുണയോടെ ഈ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന മേഖല അവർ കലാപം നടത്തി പിടിച്ചെടുത്താൽ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെടുമെന്ന് മാത്രമല്ല, അത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരാജയവുമായി മാറും. അവിടെയൊക്കെ പാകിസ്ഥാൻ ഉപയോഗിക്കുക ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളെ തന്നെയായിരിക്കും. ഇന്നലെ ഒരൊറ്റ ദിവസം തന്നെ 1000-ലധികം ബംഗ്ലാദേശികളാണ് ഗുജറാത്തിൽ നിന്ന് പിടികൂടിയത്. ഗോവയിലും ഡൽഹിയിലും ഇതേ ഓപ്പറേഷൻ നടക്കുന്നു. ഗുജറാത്തിൽ 1000 അനധികൃത ബംഗ്ലാദേശികളെ പിടികൂടിയെങ്കിൽ കേരളത്തിൽ എത്രായിരം പേരുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ നിന്ന് അനധികൃതമായി വന്നുകയറിയ ബംഗ്ലാദേശികളെ പിടികൂടിയാൽ എന്തൊക്കെ നടക്കുമെന്നും പറയണ്ടല്ലോ. ഇത്രയും കാലം ഇന്ത്യയിലെ ആഭ്യന്തര അന്വേഷണ ഏജൻസികൾ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ എത്രത്തോളം ഉദാസീനരായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. 26 നിരപരാധികളായ മനുഷ്യരുടെ രക്തസാക്ഷിത്വം വേണ്ടി വന്നു ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുടെ വൻ വീഴ്ചകൾ രാജ്യത്തിന് മനസ്സിലാക്കാൻ. പാകിസ്ഥാനെ ഇപ്പോൾ കയറി ആക്രമിച്ചാൽ ഇന്ത്യക്ക് അകത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് കൂടി കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിന് മുതിരാത്തതെന്നത് ഉറപ്പ്. പാകിസ്ഥാന് തുർക്കിയും ചൈനയും പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് രോക്ഷം കൊള്ളുന്നവർ കാണുന്നില്ലേ പാകിസ്ഥാൻ ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടുന്ന പിന്തുണ? ഇന്ത്യക്കകത്ത് പാകിസ്ഥാന്റെ പതാക കത്തിക്കാൻ പോലും ഭയക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ സൈനിക മറുപടിയാണ്. അതവർക്ക് അനുഗ്രഹമാണ്. സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന പാകിസ്ഥാൻ അവിടുത്തെ ജനങ്ങളുടെ രോക്ഷം തണുപ്പിക്കാൻ ഇന്ത്യയുമായുള്ള യുദ്ധം ആവശ്യമാണ്. അങ്ങനെ വന്നാൽ പിന്നെ മതവും ദേശീയതയും പറഞ്ഞ് ജനങ്ങളുടെ എതിർപ്പ് അവർക്ക് ഇല്ലാതാക്കാം. കൂടാതെ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഇന്ത്യയാണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയും ചെയ്യാം. പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായ അറിവ് ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് എടുത്തുചാടി പ്രതികരിക്കാതെ ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ തിരക്കിട്ട സെക്യൂരിറ്റി ഓപ്പറേഷൻ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിനകത്തുള്ള സുരക്ഷാ വീഴ്ചകൾ അത്രയ്ക്കുണ്ട്. അത് ശരിയാക്കാതെ പാകിസ്ഥാനെ 2353 തവണയും പാഠം പഠിപ്പിക്കാൻ പോയാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധം മറന്ന് ഗോൾ അടിക്കാനുള്ള ശ്രമം പോലെ ആയിത്തീരും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ മറുപടി കൊടുക്കുമെന്ന് കരുതി ആരും ആവേശത്തോടെ കാത്തിരിക്കേണ്ട. അതിന് സമയമെടുക്കണം, ക്ഷമ വേണം. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.